ഹലോ. വെൽക്കം ടു മൂവീസ് കപ്പിൾ. അപ്പം പുതിയൊരു സിനിമയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ജനനായകൻ. ഒത്തിരി നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വിജയുടെ ഏറ്റവും അവസാനത്തെ പടം എന്ന് പറയുന്നു. അറിയത്തില്ല, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കൂടുതൽ അതെ അതെ ആരാധകര് പറഞ്ഞിരിക്കും തോന്നുന്നില്ല. അപ്പം നമുക്ക് റിവ്യൂലേക്ക് പോവാം. അതെ അതെ. ഞാൻ തുടക്കത്തിലേ തന്നെ പറയാട്ടെ, എന്നെ ഈ പടം കാണാൻ പ്രേരിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എച്ച് വിനോദ് എന്ന് പറയുന്ന സംവിധായകൻ. എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു തമിഴ് മൂവിയാണ് തീരം അധികാരം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക്കിന്റെ മൂവി. രണ്ടാമത്തെ കാര്യം നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയുടെ അവസാനത്തെ പടം. ഞാനൊരു വിജയ് ഫാനൊന്നുമല്ല, ഞാൻ രജനി അണ്ണൻ ഫാനാണ്. അപ്പം ഈ പടം കണ്ടുകൂടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ അഭിനയം നിർത്തരുതെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചു പോയി. എന്റെ അമ്മയെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നു. എതിരഭിപ്രായമുള്ളവരുണ്ടാകാം, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഗൂസ്മംസ് തരുന്ന പല മൂമെന്റ്സ് ഉണ്ടായി. അവിടെ ഇരുന്നിട്ട് കൈയടിക്കണമെന്ന് സാധാരണ സിനിമ കാണുമ്പോൾ കൈയടിക്കുന്ന ആളല്ല, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തതാണ് ഈ പടം. അതെ, ഒരിക്കലും ലോജിക്കൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഈ പടത്തിൽ നിന്നും പോകാതിരിക്കും നല്ലത്. പക്ഷെ അതല്ല, നമ്മളെ ഒരാളെ അടിക്കുമ്പോൾ തന്നെ കൂട്ടത്തില് കുറെ പക്ഷെ ഒരു ആ ഒരു സിനിമയുടെ രീതിയിൽ നമ്മളിവിടെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ പോകാവുള്ളൂ. ഒരു 2.75-3 മണിക്കൂർ അടുപ്പിച്ചിട്ട് നമ്മളെ എന്റർടൈൻ എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സീൻസ് റൊമാൻസിഫിക്കേഷൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ പല തവണയും എനിക്ക് വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ അതുപോലെ വിജയ് ഇങ്ങനെ വരുമ്പോഴേക്കും കൂട്ടത്തിൽ അനിരുദ്ധിന്റെ ആ ഒരു മ്യൂസിയം, അതും കൂടെ ആകുമ്പോഴേക്കും അങ്ങ് നമ്മള് പിന്നെ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. നല്ല സൗണ്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ. ഇതിന് മുന്നേ ഇത് ലീക്കായി എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൊബൈലിൽ കണ്ടവരുടെ ഒരു അവസ്ഥയെ ആലോചിക്കുകയാണ്. ഈ പടമൊക്കെ നഷ്ടമായി പോയെന്ന് പറയാൻ പറ്റും. ഇനി അവര് എത്ര വട്ടം തിയേറ്ററിൽ പോയി കണ്ടാലും അവർക്ക് ആ ഒരു ഫസ്റ്റ് ടൈം കാണുന്നതിന്റെ ആ ഒരു ഇത് കിട്ടത്തില്ല, ഒരു ഉറപ്പായിട്ടും അവർക്ക് നഷ്ടമായി പോയെന്ന് പറയാനുള്ളൂ. നമ്മള് മൂവിയുടെ മ്യൂസിക് അല്ലെ, മ്യൂസിക് നല്ല നല്ല അടിപൊളി കുറെ പാട്ടുകള്, നല്ല സൂപ്പർ സാധനം. എഴുന്നേറ്റ് തുള്ളണമെങ്കിൽ തുള്ളാനും നല്ല മെലോഡിയസ് ആയിട്ടുള്ള അങ്ങനെ ഒരു മിക്സഡ് സാധനങ്ങളായിരുന്നു അല്ലേ. പിന്നെ കുറെ നല്ല അഭിനയിക്കുന്ന ബോബി ഡിയോള് അല്ലേ, അതിന് പറ്റിയ ഒരാളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള, ഇത് ജനുവരിയിൽ റിലീസ് ചെയ്യാനായിട്ട് ഇരുന്നതാന്ന് തോന്നുന്നല്ലേ, ഇത് ഇലക്ഷന് മുന്നേ. അന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു 50 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയേനെ. കാരണം ഇപ്പൊ ഫാൻ അല്ലാത്ത പല ആൾക്കാരും നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അവര് റിലീസ് ചെയ്തിപ്പിച്ചില്ല എന്നതിന്റെ കാര്യം നമുക്ക് മനസ്സിലാകും ഈ മൂവി കണ്ടു കഴിയുമ്പോൾ. നല്ലോണം പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ സിസ്റ്റവും പ്രശ്നമാണ്, പുതിയൊരു സാധനം വരണമെന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടാണ് ഇത് പറയുന്നുണ്ട്. എല്ലാവരും പോയി വോട്ട് ചെയ്യണം എന്നുള്ള, എനിക്ക് ചില സൗണ്ട്സ് ഒക്കെ അത് മ്യൂട്ടും ആക്കുന്നുണ്ട്. അത് എന്തൊക്കെയാ മ്യൂട്ട് ആക്കിയത് എനിക്കറിയില്ല, പക്ഷെ ഇത് ഈ പൊളിറ്റിക്കൽ റിലേറ്റഡ് സാധനങ്ങളായിരിക്കും തോന്നുന്നു. അറിയില്ല, കേട്ടില്ല. അതെ അതെ. പിന്നെ മമിത ബൈജു, നമ്മുടെ സ്വന്തം ഒരു ആക്ഷൻ സീക്വൻസ് നയൻതാരയാകാനായിട്ട് സാധ്യതയുള്ള ആളാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നല്ല എന്താ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ വിജയുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ, നമുക്കറിയാം. അതിനകത്ത് കുറെ സംഭവങ്ങളില് കുറെ ഡാൻസ് കുറെ നേരമായിട്ട് സിംഗിൾ ഷോട്ടില് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? നമുക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അടിപൊളി പടം എന്ന് പറയാം കേട്ടോ. പിന്നെ ചോരയുടെ ഒരു കാര്യം, നമുക്കതൊരു ചോര സീന്തി അത് അതിന് വേണ്ടതായിരിക്കും കേട്ടോ ആ ഒരു ഹീറോയ്ക്ക്. പക്ഷെ അതിനകത്തെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഏജ് കണ്ടിരിക്കേണ്ട ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇത് 18+ ഇച്ചിരിയും കൂടെ ബ്ലഡ് ഷെഡിങ് കുറച്ചിരുന്നെങ്കിൽ, ഒരു 12+ കാറ്റഗറിയിലോട്ട് മൂവി ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇതിനകത്തൊരു ഇതിപ്പോ നമ്മളിപ്പം തിയേറ്ററിൽ പോയി കാണിച്ചില്ലെങ്കിലും പിള്ളേരൊക്കെ OTT വരുമ്പോഴത്തേക്കും പല നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മള് പിള്ളേരെ ഇങ്ങനെയുള്ള സിനിമകളൊന്നും തിയേറ്ററിൽ പോയി നമ്മൾ കാണിക്കത്തില്ല. കാരണം അത് 18+ ആണ്, നമ്മൾ കാണിക്കത്തില്ല, നമ്മളിങ്ങനെ പൊത്തിയും പൊതിഞ്ഞും. പക്ഷെ പല സിനിമകളും ഇവർ ഈ കാണിക്കേണ്ടാത്ത കറക്റ്റ് സംഭവങ്ങളെല്ലാം ഈ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് വരും.
അതൊരു ഭയങ്കര പ്രശ്നം കേട്ടോ. അങ്ങനെ നമ്മള് ചില സാധനങ്ങൾ പിള്ളേരോട് പറയുമ്പോഴേക്കും പിള്ളേര് പറയും ഞങ്ങൾ ഇത് ഓൾറെഡി കണ്ടതാ. അതല്ല, അവർക്ക് ആസ്വദിച്ചൊരു മൂവി മൊത്തത്തിലെ കാണുമ്പോ അതിനകത്ത് ചിലപ്പോ അതങ്ങ് മുങ്ങിപ്പോവും. ആ, പക്ഷെ ഈ ഷോർട്സിനകത്ത് ഈ ക്ലിയർ എന്താണോ കാണാൻ പാടില്ലാത്തത് അത് ക്ലിയർ ആയിട്ട് അത് പിന്നെ അതാണ് ഒരു വരുമ്പോഴത്തേക്കും വലിയ പ്രശ്നമാണ് ഇതെന്ന് അത് പറയുന്നത്. മാത്രം അവർ കാണുന്നുള്ളൂ, അവിടെ തലയിലോട്ട് പോകുന്നുള്ളൂ. ഉം, ആ സിനിമയ്ക്കകത്തുള്ള നല്ല നല്ല കണ്ടന്റോ അല്ലെ ആശയങ്ങളോ ഒന്നും ഉം. അവര് കാണുന്നുമില്ല, അറിയുന്നുമില്ല എന്നുള്ളതാണ്. എനിവേ ഏതായാലും പടം കത്തിച്ചു. എനിക്ക് അനിരുദ്ധിന്റെ പാട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപാര രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല പോണം പാട്ടുകള് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് രേവതി വരുന്നുണ്ട്, പിന്നെ പ്രകാശ് രാജൻ വരുന്നുണ്ട്, പ്രകാശ് രാജ് വരുന്നുണ്ട്, പിന്നെ ഗൗതം വാസുദേവ് ഉണ്ട്. ആ ആ, പിന്നെ മമിത ബൈജു, പ്രിയാമാണി, പൂജ ഹെഗ്ഡെ, ഇവരൊക്കെ ഇങ്ങനെ അവരുടെയൊക്കെ റോളുകൾ അവർ ഭംഗിയായി എല്ലാരും മെയിൻ ആയിട്ടാണ് അവര് അഭിനയിക്കുന്നത്. പിന്നെ കൂടുതൽ പറയാനായിട്ടുള്ളത് വിജയ് വരുമ്പോഴേക്കും ഏതായാലും നമ്മൾ വിജയ് ഫാൻ അല്ലെങ്കിൽ ഒന്ന് കൈയടിച്ചു പോകും. ആ ഒരു രീതിയിലാണ് അവര് ചെയ്തിരിക്കുന്നത്. വിഷ്വലൈസേഷൻ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാമറ വർക്ക് ഒക്കെ സ്റ്റൺസ് അല്ലേ, അതെ സ്റ്റൺസ് നമുക്ക് ആ ഒരു ചോര ചീന്തുന്ന മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് തോന്നിയത് കേട്ടോ. ബാക്കി എല്ലാം അടിപൊളി. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ചാം മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് യോജിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ 18+ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിള്ളേരെയും കൊണ്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു മൂവിയല്ല. പിന്നെ പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നീഗ്രോയും പാകിസ്ഥാനികളൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അവര് സംസാരിക്കുന്നത് ഈ തമിഴ് ലാംഗ്വേജ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി നമുക്ക് അല്ലേ. ഇപ്പം മലയാള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് മാറി. അവര് എന്താണോ അവരുടെ ബേസിക് ലാംഗ്വേജ് അത് താഴെ വന്നിട്ട് അത് എഴുതി കാണിച്ചാൽ മതി, സബ്ടൈറ്റിലായിട്ട് വരും. പക്ഷെ തമിഴ് സിനിമ അവരുടെ തമിഴിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ എന്നാലും നമ്മളെ സിനിമ കാണുമ്പോൾ നമ്മള് നീഗ്രോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ തമിഴ് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ മിലിറ്ററിയും എല്ലാവരും തമിഴ് സംസാരിക്കുന്നത്. ചിലപ്പോ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അതിന്റേതായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അത് ഒരു റിക്വസ്റ്റ് ആണ്. അതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നമ്മളൊരു റിക്വസ്റ്റ്. അപ്പൊ എല്ലാരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട, ആഗ്രഹമുള്ളവർ അങ്ങനെ ഒരു മൂവി കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണിത്. നമുക്കൊരു KGF ആ ഒരു രീതിയിലെ ആ ഒരു ബീറ്റും ഒക്കെ നമുക്ക് ചെവിയിൽ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും അതൊരു വല്ലാത്ത ഒരു സുഖം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് മൂവിയായിട്ട് ഞങ്ങൾ വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.